ഹണി റോസിനെതിരായ അശ്ലീല പരാമർശത്തിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. വൈകിട്ടോടെ കൊച്ചിയിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനാണ് തീരുമാനം. അറസ്റ്റിൽ ആശ്വാസമുണ്ട് എന്നും പരാതിയിൽ അതിവേഗം ഇടപെട്ടതിൽ സർക്കാരിനോടും പോലീസിനോടും നന്ദിയുണ്ട് എന്നും ഹണി റോസ് റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. റിലീഫാണ് മനസ്സിന് തോന്നുന്നത്. കാരണം നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണകൂടമുണ്ട്, അല്ലെങ്കിൽ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് തെളിയിച്ച ഒരു നിമിഷമാണ്. എനിക്ക് അത്രയും സന്തോഷം നൽകുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ അടുത്തും സംസാരിക്കാൻ ഒരു അവസരം ഞാൻ ചോദിച്ചിരുന്നു. അത് എനിക്ക് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് എന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൃത്യമായി വേണ്ട നടപടി സ്വീകരിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നു. അദ്ദേഹത്തിന് മാപ്പ് പറയണമായിരുന്നെങ്കിൽ ആദ്യം ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ചെയ്ത് അദ്ദേഹത്തിന്റെ ഈ മോശം കമന്റ്സുകൾ വന്നപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ മാനേജേഴ്സിന്റെ മുഖേന വിളിച്ച് അറിയിച്ചത് കാര്യമാണ് അദ്ദേഹത്തോട്. അന്നേരം ആ സമയം അദ്ദേഹത്തിന് പറയാമായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. അത്രയധികം ഒരു ഹ്യൂജ് സപ്പോർട്ടാണ് എനിക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്നത്. എന്റെ ഇൻഡസ്ട്രിയിൽ നിന്നായാലും അല്ലെങ്കിൽ മറ്റു മേഖലയിൽ നിന്നൊക്കെ ആയാലും ഒത്തിരി ആളുകൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്റെ അടുത്ത് പറയുന്നു, എന്റെ ധൈര്യം ഇപ്പോഴാണ് ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലും പേടിച്ചു മാറുന്ന ഒരാളല്ല. വിവരങ്ങളുമായി സൈഫിനിസ അലിയാറുണ്ട്, VS രഞ്ജിത്തുണ്ട്, അർജുൻ മട്ടന്നൂരും ദീപക് മോഹനും. ആദ്യം സൈഫിനിസയിലേക്ക്. സൈഫിനിസ, ഇന്ന് രാവിലെയാണ് വയനാട്ടിലെ എസ്റ്റേറ്റിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരുമായി ഇപ്പോൾ പ്രത്യേകാന്വേഷണ സംഘം കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തൽ എപ്പോഴായിരിക്കും? ഇന്ന് കൊച്ചിയിൽ എത്തിച്ച ശേഷമാകും ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ രൂപീകരിച്ചിരുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘമാണ് ഇന്നലെ രാത്രി ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടത്. വയനാട്ടിൽ ഇന്ന് രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തത്. പുത്തൂർ എയർ ക്യാമ്പിൽ എത്തിച്ച ശേഷം ഉടനെ തന്നെ അവിടെ നിന്ന് പോലീസ് ജീപ്പിൽ കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. എറണാകുളം ഹൈക്കോടതിക്ക് സമീപത്തുള്ള എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്കാകും ചിലപ്പോൾ കൊണ്ടുവരിക. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിലേക്കായിരിക്കും. ഇവിടേക്ക് തന്നെ കൊണ്ടുവരാനുള്ള സാധ്യതയാണുള്ളത്. കാരണം നിലവിൽ ഇപ്പോൾ ഈ CI അടക്കമുള്ളവർ ഇവിടെയാണുള്ളത്. ACP ഇപ്പോഴും ഇവിടേക്ക് എത്തിയിട്ടില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള ടീമാണ് വയനാട്ടിൽ പോയി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവിടെ എത്തിച്ച ശേഷമാകും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുക. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്താലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള സാധ്യതയില്ല. അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയാൽ മതിയാകും. അതുകൊണ്ട് ഇന്ന് ഹാജരാക്കുമോ എന്ന് വ്യക്തതയില്ല. അതല്ലെങ്കിൽ നാളെ വൈകിട്ട് വരെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ സമയമുണ്ടാകും. ഇന്ന് വൈകിട്ട് 6 മണിയോടെ എത്തിച്ച് ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പോലും വൈദ്യ പരിശോധന പൂർത്തിയാക്കി സ്റ്റേഷനിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണുള്ളത്. അതല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ കൊണ്ടുപോയി ഹാജരാക്കാനും. ഇവിടെ നിന്നാകും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യത്തിനുള്ള സാധ്യത തേടാൻ സാധിക്കുക. മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിക്കുകയാണ് എങ്കിൽ റിമാൻഡിൽ പോകേണ്ടി വരും. അതല്ലെങ്കിൽ ഇയാൾക്ക് ഇന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങാം. പക്ഷേ ഇന്നല്ല നാളെയാണ് കോടതി ഹാജരാക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ നാളെ മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് ഈ സാധ്യത തേടാനാകൂ. ഇന്ന് സ്റ്റേഷനിൽ തുടരേണ്ടി വരും. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ബോബി ചെമ്മണ്ണൂർ മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. മറ്റൊരു FIR-ലാണ് 30ഓളം പേർ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്, ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കേസിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് ഹണി റോസ് ഈ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളും തെളിവുകളുമായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു പരാതി നൽകിയത്. ഈ പരാതിയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഭാരതീയ ന്യായ സംഹിതയിലെ 75(1), 75(4) IT വകുപ്പിലെ 67 വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ വിഷയത്തിൽ പോലീസിനോട് ആരാഞ്ഞപ്പോൾ പോലും പോലീസ് പറഞ്ഞത് നോട്ടീസ് നൽകി ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, ഹണി റോസിന്റെ വിശദമായ മൊഴിയെടുക്കും എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ ഹണി റോസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോടും DGP-യോടും ഫോണിൽ സംസാരിക്കുകയും എല്ലാ സഹായവും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും പറഞ്ഞിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് കുറ്റക്കാരെ ആരെയും സംരക്ഷിക്കില്ല, കൃത്യമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിൽ നിന്നുള്ള നിർദ്ദേശം, DGP-യിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടപടികളിലേക്ക് അതിവേഗം കടക്കാനും മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പ്രതി ശ്രമിക്കാനുള്ള സാധ്യത തടയാനും നിർദ്ദേശിച്ചത്. വൈകിട്ട് 6 മണിയോടുകൂടി തന്നെ കൊച്ചിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്.